ഓൾറെഡി തമ്മിലാണ് ഇപ്പോൾ പിടിയിട്ടുണ്ടാവും. കോഴിമുട്ട വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ റബിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് കേട്ടോ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി തീർത്ത് അവസാനിപ്പിക്കാം. പിന്നെ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇല്ല. നിങ്ങൾ തയ്യാറാക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഇനി ഇടാം കേട്ടോ. അപ്പൊ പിന്നെ എന്താണ്, നിങ്ങൾ റെസിപ്പി കണ്ടു നോക്കുക. ഇതിന്റെ വീണ്ടും വീണ്ടും പറയാനുള്ളത് വെറുതെ എന്തിനാ വലിച്ചിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾ റെസിപ്പി കണ്ടു നോക്ക്. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്ത വീഡിയോയിൽ പറയും. എന്തായാലും ഇഷ്ടമാതിരിക്കില്ലെന്ന് ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ഓടി പോകരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ റെസിപ്പി കണ്ടു നോക്ക്. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടാ. ഏത് തരം ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണേ. വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. അത് ഇനി ബാക്കിയുള്ള ഞാൻ ആ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ഇനി ഇത് അവസാനം പറഞ്ഞുതരാം കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചിയും വെള്ളുള്ളിയും അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെള്ളുള്ളി, അധികം വേണ്ട നമുക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില. അത് നമുക്കൊന്ന് എപ്പോഴും ഞാൻ പറയണ പോലെ കുത്തി പൊളിച്ച് പിച്ചി പറിച്ച് അതിനകത്ത് ഇട്ടോ. അപ്പോഴാണ് മണം ശരിക്കായിരിക്കും വരുള്ളൂ. അപ്പൊ അതൊന്ന് നുള്ളി പറിച്ച് അവിടെ കിടക്കട്ടെ. നല്ല ഒന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡ് ആവണ്ട, ഒന്നും ചൂടായി കിട്ടിയാൽ നമുക്ക് അതിന്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതെ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള അതെ ഇങ്ങനെ ക്യൂബായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുത്തനെ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഇങ്ങനെ അരിഞ്ഞാൽ ഇത്രയും നല്ലതാണ് ഇതിലേക്ക്. അപ്പം ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുത്തോട്ടോ. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല നമുക്ക് എടുത്തോടെ. ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. അതവിടെ കിടന്ന് വയലിന്റെ ഇടയിൽ ഇനി ബാക്കിയുള്ള പണി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ റവിയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഞാൻ ഇവിടെ 1 കപ്പ് റവി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ ചിലപോലെ പുള്ളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അധികം ആവണ്ട. ഇവിടുത്തെ തൈര് അധികം പുള്ളിയില്ല. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്, നമ്മുടെ മാവിലേക്ക്. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ വരെ ആവാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് വെള്ളം. ഞാൻ ഇപ്പോൾ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എത്ര എടുത്തു എന്നുള്ളത്. വെള്ളം ചേർത്ത് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യും. അപ്പൊ ഇതേ ഇത്രയും മതി നമുക്ക്. ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഒന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർന്ന് കിട്ടണം. ഇതൊരു വശത്ത് മാറ്റി വെക്കാം, മൂടി വെക്കാം നമുക്കിതൊരു 10-15 മിനിറ്റ്. അപ്പോഴത്തേനും നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കിട്ടും. അപ്പൊ ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി കൂട്ടാനിലേക്ക് നമ്മൾ അത്ര അങ്ങനെ വഴറ്റി എടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി എന്തെങ്കിലും പൊടിച്ച് വെച്ച് കഴിഞ്ഞ് അതോട് കൂടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ തന്നെ, അധികം ആവണ്ട കേട്ടോ മുളക് പൊടി. നമ്മൾ വേറെ മുളക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി. സ്വല്പം മതി. ഒരു സ്വല്പം കൂടി കിടന്നോട്ടെ. കുറഞ്ഞോന്ന് സംശയം. ഒരു സ്വല്പം ഒരു 1/4 ടീസ്പൂൺ വിട്ടിട്ട് ഒരു ഇത്തിരി മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ തന്നെ വേണം കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി. നല്ലോണം മൂപ്പിച്ചെടുക്കാം. എണ്ണയൊന്നും അധികം വേണ്ട കേട്ടോ ഇതിൽ നമുക്ക്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുതരാം. അതുപോലെ ഈ നേരത്തെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ പച്ചമുളകിന്റെ പേസ്റ്റ് കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾ ചതച്ചത് ചേർത്താലും മതി. ഞാൻ ഇങ്ങനെ ടിന്നിൽ എപ്പോഴും പച്ചമുളക് ചതച്ച് വെക്കുക ചെയ്യാറ്. അത് ഒരു 1/2 ടീസ്പൂൺ. ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ നേരത്തെ ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാൻ പോവാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് വേണം. സോസാണ്, ടൊമാറ്റോ സോസാണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി ഇവിടെ മുഴുവനുള്ള തക്കാളി നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേർക്കുകയാണെങ്കിൽ ഒരു വലുതാണെങ്കിൽ പകുതി, അല്ലെങ്കിൽ ചെറിയ തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ പിന്നെ ഇപ്പൊ തക്കാളി എല്ലാത്തിലേക്കും അങ്ങനെ എടുക്കാറില്ല. നമുക്ക് എപ്പോഴും കഴിഞ്ഞ കടയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള കറികൾക്ക് മാത്രമാണ് ഞാൻ തക്കാളി അങ്ങനെ തക്കാളി എടുക്കാറുള്ളൂ. അതുപോലെയൊക്കെയുള്ള സ്നാക്സിലേക്ക് ഞാനിപ്പോൾ സോസ് തന്നെയാണ് എടുക്കാറ്. തക്കാളിയാണ് കേട്ടോ രുചി. ഒന്ന് നോക്കട്ടെ. ഇപ്പൊ ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും മൂത്ത പരിവാകുമ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം. ഇപ്പൊ ഇത് നല്ല വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് തിളച്ച് ഒരു കുറുകി ഒരു പരിവായിട്ടുണ്ട്. ആ നേരത്തെ നമ്മൾ ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ട അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചെറുതീയിൽ വെക്കുക. എന്നിട്ട് നല്ല ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 2-3 മിനിറ്റിനുള്ളിൽ അത് സെറ്റായി കിട്ടും.
നിങ്ങൾക്ക് ഇത് ഇറച്ചിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ. നിങ്ങളിപ്പം നമ്മുടെ സമൂസയുടെ ഉള്ളിലേക്ക് വെക്കുന്ന ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫില്ലിങ് ഉപയോഗിക്കാം. ഇതന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊരു വേറൊരു ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണം, വ്യത്യസ്തമൊന്നുമല്ല, ഇതെല്ലാവരും ചെയ്യുന്നത് തന്നെയാവും. ഇത്തിരി ഇങ്ങനെ ഈ ഒരു രീതിയിൽ കോഴിമുട്ടയുടെ ഫില്ലിങ് എടുത്തു എന്ന് മാത്രം. നമ്മൾ മുന്നേ വരട്ടി പരട്ടിയ കോഴിമുട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കുറേ പേര് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരെന്റെ ചെയ്തോളൂ കേട്ടോ. അതിന്റെ അത്രയൊന്നും നമ്മൾ വരട്ടി പരട്ടി എടുത്തിട്ടില്ല കേട്ടോ. ഇത് അതിന്റെയൊക്കെ ഒരു അനിയനായിട്ട് വരും. അങ്ങനത്തെ ഒരു വകഭേദമാണ്. നിങ്ങൾക്ക് ഇത് ഇറച്ചി വെച്ചിട്ട് ചെയ്യാം. ഇറച്ചി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ മസാല. നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ സവോളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. കട്ട്ലറ്റിനൊക്കെ ചെയ്യണ പോലെ, സമൂസക്കൊക്കെ ചെയ്യണ പോലെ മസാല ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഉപയോഗിക്കാം. കണ്ട ഇത് നല്ല ഒന്ന് മുരിഞ്ഞ് വന്നു തുടങ്ങി. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുക. അപ്പൊ ഇതേ നല്ല വെള്ളമൊക്കെ പോയി നല്ല വളർന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും മുട്ട പൊരിക്കണ പോലെ പൊരിച്ചാൽ പോരെയെന്ന്. അങ്ങനെ പൊരിച്ചാൽ ഇങ്ങനെ ഒരു മസാല കിട്ടില്ല കേട്ടോ. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും എന്തായാലും. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല വീട്ടിൽ പൊടിച്ചത് ചേർക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി നല്ലൊരു മണം കിട്ടും. അതോടൊപ്പം തന്നെ ഇതൊന്ന് ഇറക്കി കൊടുക്കാം. അതിനൊപ്പം തന്നെ ഇതിലോട്ട് ഒരു പച്ചമുളക് ഞാൻ ഇങ്ങനെ ഇതെന്തൂട്ടാകൃതി എന്ന് പറയും ഇതിന് ഇങ്ങനെ ഒരു ചെരിച്ച് ഇതേപോലെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. മതി. ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. അതിനുശേഷം നല്ല ഇളക്കുക. ആ പച്ചമുളക് ഇടുമ്പോണ്ടല്ലോ ഒരു വെറൈറ്റി മണം, എന്ത് മണം, ഒരു ജാതി മണം വരും ആ പച്ചമുളക് അങ്ങനെ ഇടുമ്പോൾ. ഇനി അടച്ചു വെക്കുക, തീ ഓഫ് ചെയ്യുക. നമ്മുടെ മസാല റെഡിയായി. ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ നമ്മൾ റവ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കണ്ട, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ ഒരു പരിവായുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം. അടിച്ചു കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. മാവിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം ചേർക്കാണ്ട്. അതിപ്പോ ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല കേട്ടോ. കാരണം അത് മാവ് നമ്മൾ ചുട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പാൻ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ദോശ പാൻ അത്യാവശ്യം നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ആദ്യം ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുക. ഒരു 2-3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് അടിവശം ഒന്ന് വിട്ട് വരുന്ന നേരത്ത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ അതെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് ചുട്ട് മാറ്റിയേക്കാം. അപ്പൊ നമ്മുടെ ദോശയൊക്കെ കണ്ടോ നല്ല സുന്ദരിമണികളായിട്ട് കണ്ടോ, അടിപൊളിയായിട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കൊണ്ട് എനിക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ദോശ. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ദോശ എടുക്കുക, ഇവിടെ വെക്കാം. അതിനുശേഷം ഇതിന്റെ മീതെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മസാല ഇതിന് നടുവിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഈ തല ഇവിടെയും കൊണ്ടുവന്ന് അമർത്തി വെക്കുക. ഈ തലയ്ക്കുന്ന് ഇവിടെ സെറ്റായില്ലേ. അപ്പം അതിനുശേഷം ഈ തലയ്ക്കുന്ന് ഇവിടെ അപ്പൊ സെറ്റായില്ലേ വീണ്ടും. ഇനി ഇത് ഇവിടെ അടിപൊളി തന്നെ. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്ത പരിപാടി ഇതേ ഈ രൂപമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതേ കണക്കിന് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പെട്ടികൾ കണ്ട അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ അതിന്റെ വായവശം. കാരണം ഈ ഇതിന് ഓൾറെഡി ഒരു പശപ്പിടുത്തം ഉണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ ഒട്ടിയിരുന്നോളും. ഇനി ഇത് നമ്മൾ തയ്യാറാക്കിയത് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മറിച്ചിട്ടതിന് ശേഷം ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം ഇട്ട് കൊടുത്താലേ അത് നമ്മുടെ ഇതിലൊരു നല്ലൊരു മഞ്ഞ കളർ കിട്ടും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അടിവശമൊക്കെ നല്ല മുരിഞ്ഞ് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഞാൻ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. നല്ല ചൂടുണ്ട് കേട്ടോ എപ്പോഴും. നല്ല ചൂട് തൊടാൻ പറ്റുന്നില്ല എനിക്ക്. നമുക്കൊന്ന് ഒരെണ്ണം ഇറക്കി വെച്ചിട്ട് മുറിച്ചിക്കാം. നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റുമാണ്, എന്നാൽ പുറം വശം നല്ല ക്രിസ്പുമാണ്. കണ്ടോ, ഇതിൻ്റെ ഉൾവശം ഇതെങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ പൊട്ടിക്കാം പപ്സ് പോലെ. കണ്ടോ കണ്ടോ, അടിപൊളിയായിട്ട് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഒരു പോക്കറ്റ് പോലെ ഇത്
നല്ല സ്വാദാണ്. കൂടുതലൊന്നും എനിക്ക് പറയില്ല, നിങ്ങളത് തയ്യാറാക്കി നോക്കുക. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇന്ന് നല്ല ചൂടുണ്ട് ആണ് കേട്ടോ. കാണിച്ചില്ല, ഇതിൻ്റെ കുറവ് ഞാൻ പറഞ്ഞുതരാം. ഇത്തിരി ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇന്ന് ഭാഗ്യമുള്ള ദിവസമാണ്. കാരണം ഉപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. എപ്പോഴും കൊണ്ടുപോയി നടത്തിയിടാറ പതിവ്. ഇന്നിപ്പോൾ ഇത് ഉപ്പ് കുറഞ്ഞിട്ടുണ്ട് തരി, അതിനെന്തോ ഭാഗ്യം. അപ്പോൾ ആ ഒരു കുറവ് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ കുറവ് തോന്നണേ, ഇത്തിരി കൂടി പച്ചമുളക് ആവാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഇത്തിരി കൂടി എരിവ് വേണം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തവരുടെ ഇതൊക്കെ പാകമാണ്. ഞങ്ങൾ നല്ല സ്പൈസി കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി കൂടി ഈ കടിക്കാനുള്ള ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഈ ഇടയിൽ ഇങ്ങനെ സാധനം 11 ഇച്ചിരി കൂടി വേണം. നല്ലതാണ് ചൊടി ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. അതുപോലെ നാവൊക്കെ കൊള്ളുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും തിരക്ക് നോക്കിക്കോളാം. പോയി അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താ നിങ്ങൾ ഓൾറെഡി തമിഴിലാണ് ഇപ്പൊ പിടിയിട്ടുണ്ടാവും. കോഴിമുട്ടയും അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി പിടികിട്ടിട്ടുണ്ടാവും. ഓൾറെഡി എന്നൊന്നും പറയണ്ട, ഓൾറെഡി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്നത്തെ നമ്മൾ ഓൾറെഡി പിടിയിട്ടുണ്ടാവും കോഴിമുട്ടയും റവയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ പിടിയിട്ടുണ്ടാവും. കോഴിമുട്ടയും അത് ഞാൻ എന്തെങ്കിലും എടുത്തു പറയണ വീണ്ടും. ഇതെന്തോ സാധനം, ഇത് റെക്കോർഡ് ചെയ്ത് കഴിയണവരെങ്ങനെ നേരത്തെ വെക്കുപോലെ കൊള്ളാം. പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ആയിട്ട് അത് ചെയ്യാനുള്ളതൊന്നും ഇല്ല. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് എന്താ പറയാ, അതിങ്ങനെ ഇപ്പൊ ഒരൊറ്റ വീഡിയോ ആയിട്ട് പറയാല്ലേ, ഒരു വീഡിയോ ആയിട്ട് ഇടാം. ചൂടെടുത്തിട്ട് കഴിയാം മതി.